ലയണൽ മെസ്സിയുടെ പേരിൽ നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ അന്വേഷണം കൂടുതൽ ശക്തമാവുകയാണ്. ഇഡി കേന്ദ്ര സംസ്ഥാന GST വിഭാഗങ്ങൾക്ക് പുറമെ ആദായ നികുതി വകുപ്പും അന്വേഷണം നടത്തും. മുഖ്യ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ആദായ നികുതി രേഖകളും ഉടൻ പരിശോധിക്കും. 126 കോടി രൂപയുടെ ഇടപാടിൽ സേവന നികുതിക്ക് പുറമെ ആദായ നികുതികളും അടച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന GST വകുപ്പിന്റെ കണ്ടെത്തൽ. ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, ഇപ്പോൾ ഇത് ആദായ നികുതി വകുപ്പിന്റെ കൂടി പിടിയിലായിരിക്കുകയാണ് മെസ്സി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. കൂടുതൽ കുരുക്കിലേക്ക്, കൂടുതൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അന്വേഷണം പോകുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇക്കാര്യത്തിൽ ഒരു ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിലേക്ക് കൂടിയാണ് ഈ മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം നേരത്തെ കേന്ദ്ര സംസ്ഥാന GST വിഭാഗങ്ങളുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചിരുന്നു. ആദ്യം സംസ്ഥാന GST അന്വേഷണം, അതിനുശേഷം സംസ്ഥാന GST വിഭാഗത്തോട് കേന്ദ്ര GST പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും തേടി റിപ്പോർട്ട് നൽകുകയും ചെയ്തു. റിപ്പോർട്ട് തേടി വിശദാംശങ്ങളിലേക്ക് കടക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കൂടി ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. കാരണം ഈ 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകിയെന്ന് പറയുന്ന അതേ കാലത്ത് തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് 200 കോടിയോളം രൂപ എത്തിയിരുന്നു. ആ പണം, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തന്നെ കൃത്യമായി ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരുന്നോ എന്നും ആദായ നികുതി കണക്കുകൾ കൃത്യമായിരുന്നോ എന്നെല്ലാമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ ഒരു വിവരശേഖരണത്തിലേക്ക് തന്നെയാണ് ആദായ നികുതി വകുപ്പും കടന്നിരിക്കുന്നത്. ഇതോടെ വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിലേക്കാണ് ഈ മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഒന്ന് സംസ്ഥാന GST, മറ്റൊന്ന് കേന്ദ്ര GST വിഭാഗത്തിന്റെ അന്വേഷണം. ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം, പ്രത്യേകിച്ച് കായിക മത്സരങ്ങൾ നടത്തുമ്പോൾ ഇളവുകൾ ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരം ഏതെങ്കിലും ഇളവുകൾക്ക് വേണ്ടി കമ്പനി ശ്രമിച്ചിരുന്നോ എന്ന കാര്യം കൂടി വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി ജിജീഷ്, എന്തായാലും ഇഡി അന്വേഷണം, സംസ്ഥാന കേന്ദ്ര GST വകുപ്പിന്റെ അന്വേഷണം, ഇപ്പോൾ ഇത് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം കൂടി മെസ്സി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. നിർണായകമായ ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കാം. കേവലം ആൻഡ്രോ അഗസ്റ്റിനെതിരെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹ സ്പോൺസർമാർ കൂടി എന്തായാലും അന്വേഷണത്തിന്റെ ആ ഒരു റഡാറിന്റെ പരിധിയിലേക്ക് ഉൾപ്പെടുകയാണ്.